2040-കളിൽ ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി കുറച്ചുപേർ ഏലിയൻ ഹണ്ടർ വിക്ടർ വാസുദേവനെ തേടിയെത്തി. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? നാടായ നാട് പറ്റും കട്ടുമുറിച്ച് നടക്കുന്നവരെ കൂടെ തലയുറപ്പിച്ച് നടക്കാൻ പറ്റാണ്ടായി. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. ഇന്നലെ രാത്രി നിന്റെ ബഹുമാനത്തിന്റെ സെറ്റിങ് അല്പം കുറച്ചായിരുന്നു. ഇയാളുടെ ബഹുമാനത്തിന്റെ സെറ്റിംഗ് ഒരു 50% ആക്കിയായിരുന്നു. എന്നാ ഒരു 95 ആക്കിക്കും. മിഡിൽ ക്ലാസ് മെന്റാലിറ്റിയാണ് സാർ. ഞങ്ങളെപ്പോലുള്ളവർ ഈ ചെലവെല്ലാം ചുരുക്കി ഓരോ രൂപയും എണ്ണിയാണ് ജീവിക്കുന്നത്. പക്ഷെ പന്തയം വന്ന് ഒന്നും നോക്കാതെ വേണേ കിടപ്പാടം വരെ പണയം വെക്കും സാർ. ജയം, അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. ഞാനും ആ ലഹരിയിൽ മതിമറന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താൻ കഴിയില്ല. ഡെവിൾസ് കിച്ചൺ, സാത്താനിൻ അടുക്കൽ. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്. യുദ്ധത്തിന്റെ ഇടയിലാണ് ശരിക്കുള്ള സാധനം. ഇടി നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിലേക്കൊക്കെ ചാടിക്കയറിയത്. പ്രേമം മനുഷ്യന് അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടിയാക്കും. എന്താണ് ഭയങ്കര ബിസിയാണല്ലോ? പേടിക്കണ്ട, ഗേൾ ഫ്രണ്ട് ഒന്നല്ല. ഇവിടെ ആണുങ്ങളാരുമില്ലേ? ആ ഞാനിവിടെ വീഴുവാണ്. എന്റെ കൂടെ ഒരു 10-15 പേരെ നിൽക്കാം. ഇത് പ്രവേശിക്കാണല്ലോ. ഇതിപ്പോ ആരയക്കാനാ? പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്? എന്ത്? പക്ഷെ നമ്മള് പതറരുത്.